ഇ.പി. ജയരാജൻ നേതാവ് പ്രതികരിക്കാനായി ചേരുകയാണ് നമ്മോടൊപ്പം. ശ്രീ ഇ.പി. ജയരാജൻ, കണ്ണൂരിലാണ് ഇത്തരത്തിലൊരു BLO ആത്മഹത്യ ചെയ്തിരിക്കുന്നത്. ജോലി സമ്മർദ്ദമാണ് എന്നാണ് കുടുംബം പറയുന്നത്. അത്തരത്തിലുള്ള കാര്യങ്ങൾ തന്നെയാണ് പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ സൂചിപ്പിക്കുകയും ചെയ്യുന്നത്. ഇവിടെ ഒരു 4 തവണ അദ്ദേഹം പരാതിപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അതിൽ നിന്ന് ഒരു തരത്തിലും ഒഴിവാക്കി കൊടുക്കാൻ വേണ്ടി തയ്യാറായില്ല എന്നൊക്കെയാണ് കുടുംബം ഇപ്പോൾ പറയുന്നത്. അദ്ദേഹം കുടുംബത്തോട് പറഞ്ഞിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ. എങ്ങനെയാണ് ഈ വാർത്തയെ താങ്കൾ നോക്കിക്കാണുന്നത്? ഒരുപക്ഷെ ഒരു വീഴ്ച ഇവിടെ സംഭവിച്ചിട്ടില്ലേ ശ്രീ ഇ.പി. ജയരാജൻ? ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തിക്കൊണ്ടിരിക്കുന്ന തെറ്റായ നടപടികളുടെ ഒരു തുടർച്ചയാണിത്. ഇപ്പോൾ കേരളത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പാണ്. അതിന്റെ വോട്ടർ പട്ടികയും പ്രവർത്തനങ്ങളും എല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരല്പം ഇത് മാറ്റിവെക്കണം, ഈ തീവ്ര പരിശോധന SIR കുറച്ചുകൂടി മാറ്റിവെക്കണം എന്ന് സർവകക്ഷി യോഗത്തിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ആവശ്യപ്പെട്ടതാണ്. പക്ഷേ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർബന്ധം പിടിച്ച് അടിയന്തരമായി നടപ്പിലാക്കി കഴിഞ്ഞു എന്നൊക്കെ പ്രഖ്യാപിക്കുകയാണ്. എന്ന് മാത്രമല്ല, ഇതിന്റെ വീടുകളിൽ ഫോറം എത്തിച്ചു കൊടുക്കാനുള്ള പ്രവൃത്തി പോലും കേരളത്തിൽ ഒരു 40% ഇതെല്ലാം ആയി എന്ന് പ്രഖ്യാപിക്കുക, ഉദ്യോഗസ്ഥന്മാരുടെ മേൽ ഭാരം അടിച്ചേൽപ്പിക്കുക. ഒരു ഉദ്യോഗസ്ഥന് താങ്ങാൻ കഴിയാവുന്ന ഭാരമല്ലേ അദ്ദേഹത്തിന്റെ കൈവശം ഏൽപ്പിക്കാവൂ? ഇത് എത്രമാത്രം തീവ്രമായിട്ടുള്ള ആക്രമണമാണിത്. ഒരു ഉദ്യോഗസ്ഥനെ മാനസികമായി അങ്ങ് തകർത്തു, ചെയ്യാൻ കഴിയാതെ ജോലി ഏൽപ്പിച്ചു, രാപ്പകലില്ലാതെ പണിയെടുത്താൽ പോലും പൂർത്തിയാക്കാൻ കഴിയുന്നില്ല. ജോലിയെ സംബന്ധിച്ചുള്ള ഭീഷണി, ഇതൊക്കെ വന്നാൽ ഒരു ഉദ്യോഗസ്ഥന്റെ ഗതി എന്താണ്? ഇത് തെരഞ്ഞെടുപ്പ് കമ്മീഷനും BJP മറുപടി പറയേണ്ട വിഷയങ്ങളാണ്. ഇവിടെ കുറച്ചും തങ്ങൾ നീണ്ടുപോയാൽ എന്താ കുഴപ്പം? തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ വോട്ടർ പട്ടികയിൽ നിന്ന് വോട്ടർമാരെ നീക്കം ചെയ്യലാണ് താല്പര്യമെങ്കിൽ അത് പറയൂ. അതിനു വേണ്ടിയിട്ടാണ് ഈ പണിയൊക്കെ എന്ന്. ഇത് നീതിപൂർവ്വം നടത്തണം, ജനാധിപത്യപരമായ സംരക്ഷണം ഉറപ്പുവരുത്തണം. അതിനു വേണ്ടിയുള്ള നടപടിയാണ് സ്വീകരിക്കേണ്ടത്. അതുകൊണ്ട് ഉദ്യോഗസ്ഥന്മാരെ BLOമാരെ നിശ്ചയിക്കുമ്പോൾ അവർക്ക് ചെയ്യാൻ പറ്റാവുന്ന വർക്കലോടെ അവർ കൊടുക്കാവൂ. ഇത് അവർക്ക് ചെയ്യാൻ പറ്റാത്ത വർക്കലോട് കൊടുത്ത് അവർ രാപ്പകലില്ലാതെ അങ്ങും ഇങ്ങും ഓടിച്ച് അവസാനം എന്നിട്ട് പോലും നിർവഹിക്കാൻ കഴിയാതെ വരുമ്പോൾ അവർക്ക് നേരെ വലിയ സമ്മർദ്ദം, ഭീഷണി, ഇതൊക്കെ വന്നാൽ ഒരു ഉദ്യോഗസ്ഥൻ എങ്ങനെയാ നിൽക്കുക? ഇനി ഇത്തരം ഉദ്യോഗസ്ഥന്മാർക്ക് ഇത്തരം അനുഭവം ഉണ്ടാകാതിരിക്കാനുള്ള നടപടി ജാഗ്രതയോടുകൂടി നിർവഹിക്കണം. ഇന്നലെ തിരുവനന്തപുരത്ത് നടന്നിട്ടുള്ള SIR സംബന്ധിച്ചിട്ടുള്ള ആലോചനാ യോഗത്തിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പറഞ്ഞതാണ് ഇത് കുറച്ച് നീട്ടിവെക്കണം. കാരണം ഇത് നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെതല്ലേ. ഇപ്പൊ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പും അതിന്റെ വോട്ടർ പട്ടികയും കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയല്ലേ. ഇതിനിടയിലൊക്കെ ഇങ്ങനെ കുറെ നടക്കുക, കുറെ നടത്താതിരിക്കുക, ഈ ലക്ഷ്യത്തോടു കൂടി ഇങ്ങനെ ചെയ്യാവോ? അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ കാര്യത്തിൽ ചെയ്തത് വളരെ വളരെ തെറ്റായിട്ടുള്ള നടപടിയാണ്. അതുകൊണ്ട് ഇതൊക്കെ സമയം കൊടുത്ത് എല്ലാ ജനപ്രതിനിധികളുടെയും അഭിപ്രായങ്ങൾ ആരാഞ്ഞ്, രാഷ്ട്രീയ പാർട്ടികളുടെ അഭിപ്രായങ്ങൾ ആരാഞ്ഞ് എല്ലാവർക്കും വോട്ടറായി ചേരാനുള്ള അവകാശം സംരക്ഷിച്ചുകൊണ്ട് മാത്രമേ നടത്താൻ പാടുള്ളൂ. ഇപ്പൊ 2022 വോട്ടർ പട്ടികയ്ക്ക് ശേഷമുള്ള കാര്യങ്ങളിലൊക്കെ ആ വോട്ടർ പട്ടിക 2002 ശേഷമുള്ള വോട്ടർ പട്ടിക വെച്ച് അതിനുശേഷമുള്ള വോട്ടർമാരെ മുഴുവൻ കൂട്ടിച്ചേർക്കണ്ടേ? എത്രമാത്രം ഭാരിച്ച ചുമതലയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നടന്ന ഈ യോഗങ്ങളിലൊക്കെ BJP ഒഴികെയുള്ള രാഷ്ട്രീയ പാർട്ടികളൊക്കെ ഉന്നയിച്ച കാര്യം ഇത് തന്നെയാണ്. അതായത് ഉദ്യോഗസ്ഥ ക്ഷാമം ഉണ്ടാകാൻ സാധ്യതയുണ്ട്, തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണങ്ങളൊക്കെ നടക്കുന്ന ഘട്ടമാണ്, ഇക്കാര്യങ്ങളൊക്കെ തന്നെ ഈ യോഗത്തിൽ ഉൾപ്പെടെ ആവശ്യപ്പെട്ടതാണ്. പക്ഷേ അതിലൊന്നും ഒരു ഇടപെടൽ ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ഒരാളുടെ ജീവൻ നഷ്ടമാക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കൂടി എത്തിയിരിക്കുകയാണ്. ഒരു കൃത്യമായ ഒരു പരിശോധന ഇനിയെങ്കിലും ഇത് നീട്ടിവെക്കാനുള്ള ഒരു രീതിയിലേക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷനും രാജ്യം ഭരിക്കുന്ന പാർട്ടിയും ഒക്കെ നീങ്ങേണ്ടതല്ലേ? തീർച്ചയായും അവരാണ് ഇത് ആലോചിക്കേണ്ടത്. ഇനി ഒരു സർക്കാർ ജീവനക്കാരൻ ഇത്തരം അനുഭവം ഉണ്ടാകരുത്, ഇനി ഒരു ആത്മഹത്യയും ഉണ്ടാകരുത്. ഒരു കുടുംബത്തിന്റെ അത്താണിയാണ് നഷ്ടപ്പെട്ടത്. ആ ഉദ്യോഗസ്ഥന്റെ കുടുംബം എത്രമാത്രം ദുഃഖമാണ് അനുഭവിക്കുന്നത്. ഇതെല്ലാം ജനങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നവർ ആലോചിക്കേണ്ടതാണ്. BJP തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ നടപടികൾ തികച്ചും അപലപനീയമാണ്. അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നീതിപൂർവമായി കാര്യങ്ങൾ നടത്തണം, പ്രായോഗികമായി നിലപാട് സ്വീകരിക്കണം, ആവശ്യമുള്ള സമയം കൊടുക്കണം, ആവശ്യമുള്ള ഉദ്യോഗസ്ഥന്മാരെ വെക്കണം, കേരളത്തിന്റെ സ്ഥിതിഗതികൾ ആകെ പരിശോധിക്കണം, എന്നിട്ട് സമയം കണ്ടെത്തി കാര്യങ്ങൾ നിർവഹിക്കുക എന്നുള്ള സമീപനം സ്വീകരിക്കണം. അതുകൊണ്ട് ഇത് വോട്ടർമാരെ തള്ളിക്കലാണ്, ഒഴിവാക്കലാണെങ്കിൽ അത് പറയൂ, ഞങ്ങളുടെ ലക്ഷ്യം ഇതാണ്. ഇത് വോട്ടർമാരെ എല്ലാം ഉൾക്കൊള്ളിക്കലാണോ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ലക്ഷ്യമെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതിനുള്ള സമയം കൊടുത്ത് ഉദ്യോഗസ്ഥന്മാർക്ക് ചെയ്യാൻ പറ്റാവുന്ന ചുമതല മാത്രം കൊടുത്തുകൊണ്ട് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുക.
അതാണ് ചെയ്യേണ്ടിയിരിക്കുന്നത്. രാഷ്ട്രീയ പാർട്ടിയുടെ അഭിപ്രായങ്ങൾക്ക് വില കൽപ്പിക്കാതിരിക്കുന്ന നിലപാടാണ് ഈ അപകടത്തിലേക്കൊക്കെ കാര്യങ്ങൾ കൊണ്ടുചെന്നെത്തിച്ചത്. വളരെയധികം നന്ദി ശ്രീ ഇ പി ജയരാജൻ താങ്കളുടെ പ്രതികരണത്തിന്.